Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുൽവാമ ഭീകരാക്രമണത്തിൽ വിവാദ പരാമർശവുമായി സിറ്റിംഗ് എംപിയും പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി. ആക്രമണത്തിന് പിന്നിൽ BJP സർക്കാരാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് 42 സൈനികരെ ബലി കൊടുത്തതെന്നും ആന്റോ ആന്റണി ആരോപിക്കുന്നു. പ്രസ്താവനയിൽ എംപിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പുൽവാമ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിലാണെന്നും അവിടെ ഇന്ത്യൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ പ്രസ്താവന. എന്ത് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? 40% പോലും ഓക്സിജൻ കണ്ടിട്ടില്ലാത്ത പ്രദേശത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് നിൽക്കുന്ന 42 ജവാന്മാരുടെ ജീവനല്ലേ ബലി കൊടുത്തിട്ടല്ലേ ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? അന്നത്തെ കശ്മീർ ഗവർണർ തന്നെ പുൽവാമ ആക്രമണം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി പ്രസ്താവന നടത്തിയിരുന്നതായും ജവാന്മാരുടെ ജീവൻ കേന്ദ്ര സർക്കാർ ബലി കൊടുക്കുകയായിരുന്നുവെന്നും ആന്റോ ആന്റണി MP പറഞ്ഞു. ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ സംശയം ദൂരീകരിച്ചതാരാ? അന്നത്തെ കാശ്മീർ ഗവൺമെന്റ്, സത്യപാൽ മാലിക്. അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞില്ലേ? രാജ്യത്തെ അപമാനിച്ച ആന്റോ ആന്റണി MPയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ ഔദ്യോഗിക വക്താവാകാൻ ആന്റോ ആന്റണി ശ്രമിക്കുന്നതായി BJP നേതാവ് PK കൃഷ്ണദാസ് പ്രതികരിച്ചു. പാകിസ്ഥാന്റെ ഒരു ഒഫീഷ്യൽ സ്പോക്സ്മാനായിട്ട് ഈ ആന്റോ ആന്റണി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതത്തിനകത്ത് നിന്ന് ഇത്രയും പാക് അനുകൂല പ്രസ്താവന നടത്തിയിട്ടുള്ള ആന്റോ ആന്റണിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. റിപ്പോർട്ടർ, പത്തനംതിട്ട. ചോദ്യം ഇതാണ്: ആന്റോ ആന്റണിയുടെ പ്രസ്താവന രാജ്യദ്രോഹമോ? ഡോക്ടർ അരുൺ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. വെൽക്കം ഡോക്ടർ അരുൺ. നമുക്ക് ഉണ്ണിസാറിൽ നിന്ന് തുടങ്ങാം. ഇന്ന് ആന്റോ ആന്റണി പറഞ്ഞത് പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്ത് പങ്കാണുള്ളതെന്നാണ്. അപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള സംഘടനകളെക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. ആന്റോ ആന്റണി നടത്തിയ ഈ പ്രസ്താവന പാകിസ്ഥാൻ അനുകൂല നിലപാടാണ്, രാജ്യത്തെ അപമാനിച്ചതുകൊണ്ട് ആന്റോയെ അറസ്റ്റ് ചെയ്യണമെന്ന് K. സുരേന്ദ്രൻ നിലപാടെടുക്കുന്നു. യഥാർത്ഥത്തിൽ ആന്റോ ആന്റണി നടത്തിയ പ്രസ്താവന രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുമോ? നോക്കൂ സുജയ, ഇപ്പം ആന്റോ ആന്റണി പുൽവാമ സംഭവത്തെക്കുറിച്ച് സ്വന്തം നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും അല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് ആന്റോ ആന്റണി ആരെയാണ് ഉദ്ധരിച്ചത്? പുൽവാമ സംഭവം നടക്കുമ്പോൾ 2019 പുൽവാമ സംഭവം നടക്കുന്നത്. അത് 8 മാസം മുമ്പാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 8 ആഴ്ചകൾക്ക് മുമ്പാണ് പുൽവാമ സംഭവം നടക്കുന്നത്. ഫെബ്രുവരി 14, 2019. അപ്പോൾ ആ സമയത്ത് ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മലിക് ജമ്മു കാശ്മീരിൻ്റെ മാത്രം ഗവർണറായിരുന്നില്ല. അദ്ദേഹം അതിനു മുമ്പ് ബീഹാറിൻ്റെ ഗവർണറായിരുന്നു, ഗോവയിലെ ഗവർണറായിരുന്നു എന്ന് മാത്രവുമല്ല BJPയുടെ ദേശീയ ഉപാധ്യക്ഷനായിരുന്നു സത്യപാൽ മലിക്. ആ സത്യപാൽ മലിക് ദ വയർ എന്ന് പറയുന്ന ഏജൻസിക്ക് കൊടുക്കുന്ന അഭിമുഖത്തിലൊരു വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ ഈ നിമിഷം വരെ അന്വേഷിക്കപ്പെട്ടിട്ടില്ല. എന്താണ് ആ വെളിപ്പെടുത്തൽ? 40 CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. ഒരു ബോംബ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? അവരൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മാരുതി എക്കോ കാർ വന്ന് ആ ബസ്സിലേക്ക് ഇടിക്കുകയും ഒരു വലിയ ബ്ലാസ്റ്റ് സംഭവിക്കുകയും 40 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ CRPF ജവാന്മാർ സാധാരണഗതിയിൽ റോഡിലൂടെ യാത്ര ചെയ്ത് പോകാറില്ല എന്നും അവർക്ക് എയർലിഫ്റ്റിംഗ് സൗകര്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് അവിടുത്തെ CRPFൻ്റെ IG അന്ന് ഹോം മിനിസ്ട്രിയെ ബന്ധപ്പെടുന്നു. അന്നത്തെ ഹോം മിനിസ്റ്റർ ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. ഹോം മിനിസ്ട്രി ഈ എയർലിഫ്റ്റ് ചെയ്യാനുള്ള വിമാനം നൽകുന്നില്ല. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഇക്കാര്യം സത്യപാൽ മലിക് ആരെയാണ് വിളിച്ച് പറഞ്ഞത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് വിളിച്ച് പറഞ്ഞത്. ഹമാര ഗലത്തി ഹെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. ഹമാര ഗലത്തി സെ ഹുവാ ഹെ, അതായത് നമ്മുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി തിരിച്ചു പറഞ്ഞത്? യു കീപ് ക്വയറ്റ് എന്നാണ്, നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്നാണ്. ഇത് തന്നെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൽ നിന്നും സത്യപാൽ മാലിക്കിന് നേരിടേണ്ടി വന്ന മറുപടി. നിങ്ങൾ ചുമ്മാതിരിക്കൂ എന്നാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലും പിന്നീട് വിവിധ ജേർണലിസ്റ്റുകൾ നടത്തിയ അന്വേഷണങ്ങളിലും വന്നിട്ടുള്ള കുറേ സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ട്. നമുക്ക് പറയാം, ശരിയാണ്, 13,800 പേജുള്ള കുറ്റപത്രമാണ് NIA കോടതി
NIA കോടതി, ജമ്മു കോടതിയിൽ ഈ പുൽവാമ സംഭവവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ളത് 13,800 പേജുള്ള ഒരു കുറ്റപത്രമാണ്. അതിൽ 19 പേര് ഇതിൽ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷാ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് 2020 ഓഗസ്റ്റിലാണ് ആ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിനുശേഷമാണ് സത്യപാൽ മല്ലിക്കിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. കഴിഞ്ഞ നവംബർ 26 സുജയ ഈ പറയുന്ന 40 ജവാന്മാരുടെ വിധവകളിൽ ചിലർ പങ്കെടുത്തൊരു പ്രൊട്ടസ്റ്റ് മാർച്ച് ഡൽഹിയിൽ നടന്നു. നവംബർ 26 പ്രത്യേകത എന്താണെന്നറിയാമോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയാണ്, ഭരണഘടനാ ദിവസമാണ്. ആ ദിവസമാണ് ഈ വിധവകളടക്കം അവിടെ പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തിയത്. എന്തിനാണെന്നറിയാവോ? നിങ്ങളൊരു ധവളപത്രം പുറപ്പെടുവിക്കണം. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി? ഈ വീഴ്ചയ്ക്ക് ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി? അത് പാകിസ്ഥാനാണോ അതോ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചയാണോ? ഇത് തുറന്നു പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന മുൻ മിലിറ്ററി ഉദ്യോഗസ്ഥരടക്കം മാർച്ച് നടത്തിയത്. എന്തുകൊണ്ടാണ് 2019 സ്ഥിതിയോ 2020 അന്വേഷണ റിപ്പോർട്ടോ കഴിഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് ഈ സത്യപാൽ മല്ലിക്കിൻ്റെ വെളിപ്പെടുത്തലാണ്. പല കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ CRPF കടന്നുപോയ വഴിയിൽ 8 മുതൽ 10 വരെ ഇടറോഡുകളുണ്ടായിരുന്നു. ഈ ഇടറോഡുകളെല്ലാം അൺമാൻഡ് ആയിരുന്നു. അതായത് അവിടെയൊന്നും കാവൽക്കാരുണ്ടായിരുന്നില്ല. ഒരു CRPF സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലത്തൊന്നും മനസ്സിലാക്കണം. പിന്നെ സാധാരണഗതിയിൽ ഇനിയിപ്പോൾ റോഡ് മാർഗ്ഗമാണ് CRPF പോകുന്നതെങ്കിൽ ആ റോഡ് സാനിറ്റൈസ് ചെയ്യും. അവിടെ ഈ കുഴിബോംബുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അത്തരത്തിലൊരു സാനിറ്റൈസേഷൻ നടന്നിട്ടില്ല. ഇനി ജെയ്ഷെ മുഹമ്മദ് ഈ പുൽവാമ അറ്റാക്കിന് 2 ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഒരു അറ്റാക്ക് നടത്തി. ഒരു ട്രക്കിൽ ബോംബ് നിറച്ചിട്ടാണ്, RDX നിറച്ചിട്ടാണ് അവിടെ സ്ഫോടനം നടത്തി. എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടു. ആ വീഡിയോ പുറത്തേക്ക് വിട്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അടുത്തത് ഇന്ത്യയിലാണ് അറ്റാക്ക് നടത്താൻ പോകുന്നത് എന്നാണ്. നമ്മളുടെ സെക്യൂരിറ്റി സംവിധാനം എന്ത് അലേർട്ട്നെസ്സാണ് അതിനകത്ത് പാലിച്ചത്? അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇമ്മിനൻറ്റ് ത്രെട്ട് ഉണ്ട് എന്നുള്ള IB റിപ്പോർട്ടുണ്ടായിരുന്നു. ആ IB റിപ്പോർട്ടിൻ്റെ മേളിൽ ആക്ട് ചെയ്തിട്ടില്ല. അതുമാത്രവുമല്ല, ഇങ്ങനൊരു അറ്റാക്ക് വന്നാൽ സ്വാഭാവികമായും ഒരു റിറ്റാലിയേഷൻ തിരിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നറിഞ്ഞ അങ്ങനെ അനുമാനിച്ച പാകിസ്ഥാൻ്റെ സേന അഡ്വാൻസ് ചെയ്തിരുന്നു ഇന്ത്യൻ അതിർത്തിയിലേക്ക്. ഇത്രയും ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഇപ്പം സാധാരണഗതിയിൽ ഈ ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരേ ഇൻഫർമേഷൻ 2 അതിലധികമോ ഏജൻസികൾ തന്നാൽ അത് ഗൗരവത്തോടെ എടുക്കണം. ഇവിടെ പല ഏജൻസികൾ ഒരേ ഇൻപുട്ട് നൽകി, അലേർട്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ ആളുകളൊന്നും അല്ല കേട്ടോ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രേംശങ്കർ ഝാ അടക്കമുള്ള ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് മാത്രമല്ല, കോർബറ്റ് പാർക്കിൽ ഷൂട്ടിങ്ങിലായിരുന്നല്ലോ നരേന്ദ്രമോദി. ആ സമയത്ത് മോഡിയെ ഈ വിവരം അറിയിച്ചതിന് ശേഷം അദ്ദേഹം ഷൂട്ടിംഗ് തുടരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ സത്യപാൽ മല്ലിക്കിനെ തിരിച്ചു വിളിക്കുന്നത്. മല്ലിക്കിനോടാണ് പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്ന്. അതിനുശേഷം എന്താണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്തല്ലോ മോഡി. ബാലാക്കോട്ട് അറ്റാക്ക് കഴിഞ്ഞു. ബാലാക്കോട്ട് അറ്റാക്കിൻ്റെ എന്തെങ്കിലും ഒരു വിവരം ഈ നിമിഷം വരെ നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടോ? 250 പേരെ കൊന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ക്ലെയിമാണ് കേട്ടോ. 2ാമത്തെ ദിവസം അസോസിയേറ്റഡ് പ്രസിൻ്റെ ഒരു ജേർണലിസ്റ്റ് അവിടെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കുള്ളൂ ഈ മരങ്ങളൊക്കെ കത്ത് നിൽപ്പുണ്ട്, അല്ലാതെ ഒരു മനുഷ്യ ശരീരം അവിടെ കണ്ടില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം അൽ ജസീറ അവിടെ പോയി അന്വേഷിച്ചു, അവരുടെ ഒരു ടീം പോയി അന്വേഷിച്ചു, കണ്ടിട്ടില്ല. ഓസ്ട്രേലിയൻ ഇൻ്റലിജൻസ് ഏജൻസി പറഞ്ഞ എന്താണെന്നറിയാവോ? അവിടെ ഒരു സാറ്റലൈറ്റ് സർവൈലൻസ് നടത്തി. അവിടെ കുറേ മരങ്ങൾ കത്തിച്ചിരിക്കുന്നു, കുറേ പ്രോപ്പർട്ടീസ് നശിച്ചിരിക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ടെററിസ്റ്റ് ക്യാമ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത്. ഈ നിമിഷം വരെ അത് കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ത്യ. ഒരു പടം പുറത്തേക്ക് വിട്ടിട്ടില്ല നമ്മളിങ്ങനെ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, ബാലാക്കോട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നത് എന്താണെന്നറിയാവോ? നോക്കൂ, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നയമല്ല ഈ BJPയുടെ നയം. ഞങ്ങളെ ഇന്ത്യക്കാരെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. അതുകൊണ്ട് പുതിയ വോട്ടർമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ മാർട്ടിയേഴ്സിന് വേണ്ടി ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ വോട്ടിംഗ് റൈറ്റ് ഉപയോഗിക്കണം, വോട്ടവകാശം ഉപയോഗിക്കണം. അതിൻ്റെ പേരിലാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് നരേന്ദ്രമോദിക്കെതിരെ എടുത്തത്. ജവാന്മാരുടെ പേരിൽ വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ പേരിലല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തല്ലോ അശോക് ലവാസ പുറത്തേക്ക് പോയത്. 2020 കുറ്റമുക്തനാക്കി. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർപ്പ് കൽപ്പിച്ചപ്പം ലവാസ അതിനെ എതിർത്തു. അതിനുശേഷം ലവാസയ്ക്ക് രാജിവെച്ച് നാട് വിടേണ്ടി വന്നു, ADBയിലേക്ക് പോകേണ്ടി വന്നു. അതായിരുന്നു സാഹചര്യം. ഇന്ത്യയിലുടനീളം ആ പ്രചരണമാണ് നരേന്ദ്രമോദി അന്ന് നടത്തിയത്. എന്ന് മാത്രമല്ല, അന്നത്തെ ഒരു വിവാദം സുജയ്ക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഈ സംഭവം നടന്നതിന് ശേഷം കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കർണാടക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വെച്ച് BS യെദ്യൂരപ്പ പ്രസംഗിക്കുന്നുണ്ട്. നോക്കൂ, ഈ പറയുന്ന എയർ സ്ട്രൈക്കിന് ശേഷം നമുക്ക് വെറുതെ കിട്ടും ഈ രാജ്യത്ത് സീറ്റുകൾ എന്നാണ് പ്രസംഗിച്ചത്. അന്നതൊരു വലിയ വിവാദമായിരുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു യെദ്യൂരപ്പയ്ക്ക്. അപ്പോൾ അത് വളരെ പ്ലാൻഡായിട്ട് പിന്നീട് അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എന്താ പ്രശ്നം എന്നറിയാവോ? അന്ന് വലിയ ഫാർമേഴ്സ് ക്രൈസിസ് ഉണ്ട് രാജ്യത്ത്, തൊഴിലില്ലായ്മയുണ്ട്. അതിന് മുമ്പ് 4 ഇലക്ഷൻ ഇന്ത്യയിൽ നടന്നു.
മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, കർണാടക 4ഇടത്തും തോറ്റു BJP. 4ഇടത്തും തോറ്റു. പിന്നീട് മധ്യപ്രദേശിലും അതേപോലെ തന്നെ കർണാടകയിലും ഡിഫെക്ഷൻ ഉണ്ടാക്കിയാണ് സർക്കാർ ഉണ്ടാക്കിയത്. ആ 4ഇടത്ത് തോറ്റു. ഫാമേഴ്സ് ക്രൈസിസ്, ജോബില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2019 എന്ന് പറയുന്നത് BJPക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന പുൽവാമ, ബാലാക്കോട്ട് ഇഷ്യൂ ഉണ്ടാകുന്നത്. അത് പരമാവധി തെരഞ്ഞെടുപ്പിന് പ്രയോഗിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗിക്കുകയും ഇത്തരത്തിലുള്ള വലിയ നെഗ്ലിജൻസ്, പല തരത്തിൽ പല എക്സ്പേർട്ടുകൾ ഉന്നയിച്ചിട്ടുള്ള വലിയ നെഗ്ലിജൻസ് രാജ്യത്തെ ഹോം മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് സെക്യൂരിറ്റി നെഗ്ലിജൻസ് ഉണ്ടാകുന്നു, ഇൻ്റലിജൻസ് നെഗ്ലിജൻസ് ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ വിധവകൾക്ക്, അതിനകത്തെ രക്തസാക്ഷികളായ പട്ടാളക്കാരുടെ വിധവകൾക്ക് പോലും ആ പരാതിയുണ്ട്. ആ സമയത്താണ് ആന്റോ ആന്റണി ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇത് ആന്റോ ആന്റണി ഉന്നയിക്കുന്ന പ്രശ്നമല്ലെന്നേ. ആന്റോ ആന്റണിയേക്കാൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, ഡിഫൻസ് എക്സ്പേർട്ടുകൾ, സത്യപാൽ മലിക് എന്ന് പറയുന്ന ഗവർണർ ഹിംസെൽഫ് കെയിം ഔട്ട് എന്നിട്ട് പരസ്യമായി പറഞ്ഞൊരു കാര്യത്തിൽ അങ്ങേയറ്റം നിശബ്ദത പുലർത്തുന്നു മാത്രമല്ല, അക്കാര്യത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യതയുണ്ടല്ലോ. ഈ 40 പേരെന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി മരിച്ചവരല്ലേ? അവരുടെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ആളുകളെ ഫിക്സ് ചെയ്ത് അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണ്ടേ? അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ഒരു സർക്കാർ കാണിക്കേണ്ട മാന്യത. അത് ചെയ്തില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2001 പാർലമെൻറ്റ് അറ്റാക്ക് നടന്നല്ലോ, വലിയ ഇൻവെസ്റ്റിഗേഷൻ നടന്നല്ലോ. 2013 അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നില്ലേ? അഫ്സൽ ഗുരുവിനെയാണല്ലോ എനിക്ക് തോന്നുന്നു അവസാനം തൂക്കിക്കൊണ്ടിരിക്കുന്ന അഫ്സൽ ഗുരുവിനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടായി സുജയ? എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായി? 40 ജീവനാണ് പൊലിഞ്ഞത്. അപ്പോൾ അത് പൊളിറ്റിക്കലി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഈ നെഗ്ലിജൻസ് ഒന്നും തന്നെ സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ വിഷയം ഉന്നയിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അതെങ്ങനെയാണ് രാജ്യദ്രോഹമാവുക? ഈ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ത്യയുടെ പെട്രിയോട്ടിസം, നിങ്ങൾ പെട്രിയോട്ട് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാനുള്ള അവകാശം കൂടി എനിക്കുണ്ട്. അതാണ് എൻ്റെ ഈ രാഷ്ട്രബോധം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന ഒന്നും തന്നെ ആന്റോ ആന്റണി എന്ന് പറഞ്ഞിട്ടില്ല. ആന്റോ ആന്റണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളുകൾ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്. ഓക്കെ, ആന്റോ ആന്റണിയുടെ പ്രസ്താവന രാജ്യദ്രോഹമല്ല എന്നാണ് ഞാൻ പറയേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ഉണ്ണിസാറിന്റെ അഭിപ്രായം. ഞങ്ങൾ 3 പേരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് വരണം. ഇതൊരു ഡിബേറ്റ് ചെയ്യേണ്ട വിഷയം തന്നെ മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. മീറ്റ് ദ എഡിറ്റേഴ്സ്. പുൽവാമ ആക്രമണത്തെ പറ്റി ആന്റോ ആന്റണി നടത്തിയ പ്രസ്താവന രാജ്യദ്രോഹമാണോ എന്നതാണ് ഇന്ന് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. നമ്മൾ ഉണ്ണിസാറിന്റെ അഭിപ്രായം കേട്ട് കഴിഞ്ഞു. നികേഷ് സാർ, എന്ത് തോന്നുന്നു? ആന്റോ ആന്റണിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. ഞാൻ ഉണ്ണി പോയ മേഖലകളിലേക്ക് പോകുന്നില്ല, കാരണം സമയം എല്ലാവർക്കും വേണമല്ലോ. പക്ഷേ ഇത് ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഒരു മോണുമെൻ്റൽ ഫെയിലിയർ ആയിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ സത്യപാൽ മാലിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂട്ടി വായിക്കേണ്ടത്. എങ്ങനെയാണ് ഇടവഴികൾ ബ്ലോക്ക് ചെയ്യപ്പെടാതിരുന്നത്? സാധാരണഗതിയിൽ ഈ 40 പേര് വരുന്ന ഒരു വാഹനം മാത്രമല്ലല്ലോ, ഇവർ കോൺവോയി ആയിട്ടാണ് യാത്ര ചെയ്യുക. ഇത്രയും വലിയ കോൺവോയി ജമ്മു കശ്മീരിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും, ജമ്മുവിൽ നിന്ന് കശ്മീരിലേക്ക് വരുന്ന ഇത്രയും വലിയൊരു കോൺവോയി ഒരിക്കൽ പോലും സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്രയധികം CRPFകാരുള്ളത് എയർലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത്തവണ അവർ എയർലിഫ്റ്റ് ചെയ്യപ്പെടാതിരുന്നത് എന്നുള്ള സംശയമാണ് സത്യപാൽ മാലിക് എന്ന് പറയുന്ന ലഫ്റ്റനൻറ്റ് ഗവർണർ അന്ന് ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ പല പേരുകളും അതിനുശേഷം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഈ ആദിൽദാർ എന്ന് പറയുന്ന സൂയിസൈഡ് ബോംബറിൻ്റെ ഹാൻഡ്ലറായിരുന്ന മുദാസിർ അഹമ്മദ്, അന്ന് ഫ്രണ്ട് ലൈനിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഈ മുദാസിർ അഹമ്മദിൻ്റെ ആക്ടിവിറ്റിയെക്കുറിച്ച്, അയാൾ ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇൻ്റലിജൻസിന് ബോധ്യമുണ്ടായിരുന്നു എന്നും അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്. 2, ഈ ആദിൽദാർ എന്ന് പറയുന്ന സൂയിസൈഡ് ബോംബർ 6 തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും വിട്ടയക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ തുടർച്ചയായിട്ട് അയാൾ ഒരു സൂയിസൈഡ് ബോംബറായി മാറുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പേര് കൂടി നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ദവീന്ദർ സിംഗിൻ്റെ പേരാണ്. 2001 പാർലമെൻറ്റ് അറ്റാക്കിൻ്റെ സമയത്തും ദവീന്ദർ സിംഗിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് ഈ പറയുന്ന കുറ്റപത്രത്തിലൊക്കെ വരുന്നുണ്ട്. പിന്നെയും ദവീന്ദർ സിംഗ് പോലീസ് സേനയിൽ തുടരുകയാണ് ചെയ്യുന്നത്. ദവീന്ദർ സിംഗിനെ പിന്നീട് പോലീസ് പിടികൂടുന്നത് ഇതിന് ശേഷം, പുൽവാമ അറ്റാക്കിന് ശേഷം പോലും ദവീന്ദർ സിംഗിനെ പിടിക്കുന്നത് ഒരു തീവ്രവാദിയെ അതിർത്തി കടത്തി വിടാൻ വേണ്ടി അയാളുടെ വാഹനം ദുരുപയോഗിക്കുന്നതാണ്. അതിൻ്റെ പേരിലാണ് അയാളെ പുറത്താക്കുന്നത്. അപ്പോഴാണ് ദവീന്ദർ സിംഗ് നേരത്തെ പുൽവാമയിൽ ഈ സംഭവം നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ണി ഇവിടെ ചോദിച്ച പോലെ തന്നെ ഇത്രയധികം ID എങ്ങനെ
ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു എന്നത് സംബന്ധിച്ച് ഇതുവരെ ആരും ഒരു ഉത്തരവും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആന്റണി ഇത് പാകിസ്ഥാൻ്റെ കൃത്യം തന്നെയാണോ എന്ന ചോദ്യം നേരത്തെ തന്നെ പലരാൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ പ്ലോട്ടാണ്, ഇന്ത്യൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്ലോട്ടാണിത് എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല, ആരുടെയും മുന്നിൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഒരിക്കലും രാജ്യവിരുദ്ധമല്ല. കാരണം നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ രാജ്യത്തെ സഹപൗരന്മാരോ ആണ് ഈ 40 പേര് മരിച്ച 40 CRPF ജവാന്മാരെന്ന് പറയുന്നത്. അവരുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്തത്തിന് നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണ്ടേ? അത് സ്വാഭാവികമാണ്. എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ, എൻ്റെ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള CRPFമാർ ജവാന്മാരുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം സംബന്ധിച്ച് നേരത്തെ ഉണ്ണി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മൾ പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ആളുകളെ തൂക്കിക്കൊന്നു. ഇതിനകത്ത് ആരെയാണ് തൂക്കിക്കൊന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഏതാളെയാണ് നമ്മൾ പ്രതി ചേർത്ത് ബന്ദിയാക്കിയിട്ടുള്ളത്? നമുക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ബാലക്കോട്ട് അല്ലേ? ആ ബാലക്കോട്ടിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിർത്തി കടന്നുള്ള ആക്രമണം ഇന്ത്യൻ എയർഫോഴ്സ് നടത്തി എന്നുള്ള അവകാശവാദം നമ്മൾ നടത്തിയിട്ടുള്ളത്. അവിടെ ആ ഘട്ടത്തിൽ വലിയ നിലയിൽ ഇന്ത്യ എന്ന രാജ്യം പഴയതുപോലെ അല്ല. മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ്റെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹിച്ചും ക്ഷമിച്ചും നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴതല്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഈ നിലയിൽ തീവ്രവാദ ആക്രമണത്തൊക്കെ തന്നെയും കനത്ത തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്നത്തെ ബാർക്കിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് സംബന്ധിച്ച് പല കാര്യങ്ങളും മുംബൈ പോലീസ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്കറിയാം. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഫെബ്രുവരി 14 പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നത്. പാർത്ഥോദാസ് ഗുപ്ത എന്ന് പറയുന്ന ബാർക്കിൻ്റെ CEO ആയിട്ട് റിപ്പബ്ലിക് TVയുടെ എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമി ഒരു വാട്സാപ്പ് ചാറ്റ് നടത്തുന്നുണ്ട് ഫെബ്രുവരി 13, 2019. ആ വാട്സാപ്പ് ചാറ്റാണ് പിൽക്കാലത്ത് എന്താണ് ബാലാക്കോട്ട്, അതെങ്ങനെയാണ് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാകുന്നത്, അതെങ്ങനെയാണ് ചില മാധ്യമങ്ങൾ മാത്രം നേരത്തെ അറിയുന്നത്. ഇപ്പോൾ ക്ലാസിഫൈഡ് ഇൻഫോർമേഷൻ ആണല്ലോ ബാലക്കോട്ട് ആക്രമണം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ എഡിറ്റർ ബാർക്കിൻ്റെ CEOയുമായുള്ള കോൺവെർസേഷനിൽ അത് ഭാഗമാകുന്നതെന്ന് ചോദിച്ചാൽ ആ ആൾക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടെലിവിഷൻ ഫെബ്രുവരി 26 ബാലക്കോട്ട് ആക്രമണം ഉണ്ടാവുമെന്നും ആ ബാലക്കോട്ട് ആക്രമണ സമയത്ത് എൻ്റെ TRP ഏത് നിലയിലേക്ക് ഉയരണമെന്ന് ബാർക്കിൻ്റെ CEO ആയിട്ട് ഒരു എഡിറ്റർ ഇൻ ചീഫ്, ഒരു മുതലാളി, ഒരു ടെലിവിഷൻ ചാനലിൻ്റെ മുതലാളി സംസാരിക്കുന്നതാണ്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആന്റണിയുടെ പ്രസ്താവന രാജ്യദ്രോഹ കുറ്റമാണ് എന്നും പാകിസ്ഥാനെ ന്യായീകരിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അന്ന് മുംബൈ പോലീസിൻ്റെ കുറ്റപത്രത്തിൽ അർണബ് ഗോസ്വാമിയുടെ ചാറ്റിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അർണബ് ഗോസ്വാമി ഇതൊരു ആഘോഷമാക്കിയെടുത്തു എന്നാണ്. ആഘോഷമാക്കിയെടുത്തു. ഞാൻ ആ ചാറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് പറയാം. മുംബൈ പോലീസ് ഇങ്ങനെയാണ് പറയുന്നത്: ഓൺ എ ബെയർ റീഡിംഗ് ഓഫ് ഹിസ് മെസ്സേജ് ടു റിജോയ്സ് അറ്റ് ദ ട്രാജഡി എന്നാണ്. ഒരു ദുരന്തത്തിൽ ആഹ്ലാദിക്കുകയാണ്, രാഷ്ട്രീയ താല്പര്യം വെച്ച് ആഹ്ലാദിക്കുകയാണ് അർണബ് ഗോസ്വാമി ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്താണ് അർണബ് ഗോസ്വാമിയുമായിട്ടുള്ള ചാറ്റ്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ സമയം കൂടുതലായൊന്നും എടുക്കില്ല. അർണബ് ഗോസ്വാമി ഫെബ്രുവരി 23 ട്രാൻസ്ക്രിപ്റ്റിൽ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൺ അനദർ നോട്ട് സംതിങ് ബിഗ് വിൽ ഹാപ്പൻ എന്നാണ്. നമുക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഒരു ടെലിവിഷൻ ചാനലിലേക്ക് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ എത്തുകയാണ്. ഒരു സംതിങ് ബിഗ് വിൽ ഹാപ്പൻ എന്നാണ്. അപ്പോൾ ദാസ് ഗുപ്ത തിരിച്ചു ചോദിക്കുന്നുണ്ട്, ദാവൂദ് ഇബ്രാഹിമിനെയാണോ അടിക്കാൻ പോകുന്നതെന്നാണ്. നമ്മൾ ആ കാലത്ത് അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നല്ലോ, ആശങ്കപ്പെട്ടിരുന്നല്ലോ. എന്ന് വെച്ചാൽ ആ നിലയിലൊരു വലിയ അറ്റാക്ക് പാകിസ്ഥാനിൽ ഉണ്ടാവുകയാണ് എങ്കിൽ പിന്നീട് ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവൂദിൻ്റെ പേരെടുത്ത് ചോദിച്ചത്. പക്ഷെ പറയുന്നു അല്ല, സംതിങ് മേജർ വിൽ ബി ഡൺ ദിസ് ടൈം എന്ന് പറയുന്നു. പാർത്ഥോദാസ് ഗുപ്ത തിരിച്ചു ചോദിക്കുന്നു, ഇറ്റ്സ് ഗുഡ് ഫോർ ബിഗ് മാൻ. അതായത് ഈ വലിയ എന്ന് വെച്ചാൽ ബിഗ് മാൻ എന്ന് പറയുന്നത് പിന്നീട് വ്യാഖ്യാനിച്ചത് നരേന്ദ്രമോദിക്കാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ ബിഗ് മാൻ ഇൻ ദിസ് സീസൺ. ഈ സീസണിൽ അത് ബിഗ് മാന് ഗുണകരമാകും. ഹി വിൽ സ്വീപ് ദ പോൾസ് ദെൻ എന്നാണ് പറയുന്നത്. നോക്കൂ, ബാലക്കോട്ട് നടക്കുന്നതിന് മുമ്പ് ഒരു എഡിറ്റർ ഇൻ ചീഫും ബാർക്കിൻ്റെ CEOയും തമ്മിലുള്ള കോൺവെർസേഷനിൽ തന്നെ എന്താണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള വിലയിരുത്തൽ നടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നോർമൽ സ്ട്രൈക്കിനേക്കാൾ വലിയൊരു അറ്റാക്ക് ഉണ്ടാകും എന്നും അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പിന്നെ പറയുകയാണ്. എന്നിട്ട് ആ ബാലക്കോട്ട് വന്നപ്പോൾ അർണബ് ഗോസ്വാമി പറയുന്നത് ദിസ് അറ്റാക്ക് വി ഹാവ് വൺ ക്രേസി എന്നാണ്. നമ്മളത് വലിയ നിലയിൽ വിജയിച്ചിരിക്കുന്നു. ഒരു 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 എന്താ പറയുക, സാധാരണഗതിയിൽ ഒരു യുദ്ധസമാനമായ സ്ഥിതിവിശേഷത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത, ഉപയോഗിക്കാൻ പാടില്ലാത്ത വിശേഷണ പദങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പുൽവാമ അറ്റാക്കിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇൻ്റലിജൻസ് ഫെയിലിയർ, അതിന് കേന്ദ്ര ഏജൻസികൾ നൽകാത്ത ഉത്തരങ്ങൾ, അതിനകത്ത് ദവീന്ദർ സിംഗ് അടക്കമുള്ളവർ പങ്കാളികളാണോ, എങ്ങനെയാണ് ഒരു തീവ്രവാദിയെ അതിർത്തി കടക്കാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് അയാൾ വെറുതെ വിടുന്നത്? പിന്നീട് അയാൾ വിചാരണ ചെയ്യപ്പെടുന്നില്ല, അയാളെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അയാൾ വെറുതെ വിടപ്പെടുന്നത് എങ്ങനെയാണ്? പിന്നീട് ഈ പറയുന്ന ബാലക്കോട്ട് എന്ന് പറയുന്നതിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ആസൂത്രണം ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയമായ ആസൂത്രണത്തിൽ മീഡിയ എങ്ങനെയാണ് പങ്കാളിയാകുന്നത്? അപ്പോൾ രാഷ്ട്രീയ ആസൂത്രണം എങ്ങനെയാണ് നേരത്തെ അറിയുന്നത്? ആ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ എങ്ങനെയാണ് ഒരു ന്യൂസ് റൂമിലെത്തുന്നത്? അപ്പോൾ ഇത് ടോട്ടൽ ഒരു പ്ലോട്ടാണോ, ഒരു സ്കീമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയുകയും രാജ്യദ്രോഹിയാക്കുകയല്ല വേണ്ടത്, അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് സമ്മതിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ചോദ്യങ്ങളുണ്ടെന്ന് സമ്മതിക്കുകയാണ് വേണ്ടതെന്ന് നികേഷ് സാർ പറയുന്നു. ഡോക്ടർ അരുൺ. ഒ വി വിജയന്റെ ധർമ്മപുരാണത്തിൽ പറയുന്നൊരു വാചകമുണ്ട്: രാജാവിനെതിരെ ജനവികാരം ഉണ്ടാവുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് ഒരു രാജതന്ത്രമാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇന്ന് ആന്റോ ആന്റണി സത്യപാൽ മാലിക്കിന്റെ പല അഭിമുഖങ്ങളിൽ നൽകിയ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന മാത്രമാണ്. അതിൽ രാജ്യദ്രോഹപരമായ ഒന്നും തന്നെയില്ല എന്നതാണ് എന്റെ പക്ഷം. എന്തുകൊണ്ടെന്നാൽ ഈ സത്യപാൽ മാലിക്കിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായിരുന്ന മുൻ 4 സംസ്ഥാനങ്ങളിലെ ഗവർണർ, അദ്ദേഹം ആദ്യം ഗവർണറാവുന്നത് ബീഹാറിലാണ്, പിന്നീട് അദ്ദേഹം കാശ്മീരിലേക്ക് പോകുന്നു, പിന്നീട് ഗോവയിൽ ഗവർണറാവുന്നു, അതിനുശേഷം അദ്ദേഹം മേഘാലയയിൽ നിന്നാണ് ഗവർണർ പദവി ഉപേക്ഷിച്ചു പോകുന്നത്. അദ്ദേഹം BJPയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ എത്തുന്നതിന് മുമ്പ് ജനതാദളിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൂർവ്വകാലമുണ്ട്. സത്യപാൽ മാലിക് എല്ലാ ഗവർണർ സ്ഥാനത്തിരിക്കുമ്പോഴും BJPക്ക് തലവേദന ഉണ്ടാക്കിയ ഒരു ഗവർണറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അദ്ദേഹം കർഷകരുമായി ബന്ധപ്പെട്ട സമരത്തിൽ മോദി എടുത്ത തീരുമാനങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഗോവ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സത്യപാൽ മാലിക് 2023 ഏപ്രിൽ മാസം 16-ാം തീയതി ദവായറിലെ കരൺ ഥാപ്പറിന് നൽകിയ ഒരു അഭിമുഖവും പ്രശാന്ത് ടണ്ടന്റെ DB ലൈവ് എന്ന് പറയുന്ന യൂട്യൂബിന് നൽകിയ ഒരു അഭിമുഖവുമാണ് യഥാർത്ഥത്തിൽ BJP സർക്കാരിനെ, പ്രത്യേകിച്ച് അമിത്ഷായെയും ഒപ്പം നരേന്ദ്രമോദിയും ഒക്കെ കുഴപ്പത്തിലാക്കിയത്. രാജ്യവ്യാപകമായി ചർച്ച ചെയ്തതാണ്. അന്ന് കരൺ ഥാപ്പറിന്റെ അഭിമുഖത്തിലാണ് ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. 4 പ്രധാനപ്പെട്ട വീഴ്ചകളാണ് അന്ന് കരൺ ഥാപ്പറിനോട് സത്യപാൽ മാലിക് പറയുന്നത്. അതിൽ ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന രാജ്നാഥ് സിംഗിനോട്, ഹോം മിനിസ്ട്രിയോട് CRPF ജവാന്മാർ, അവിടുത്തെ AG 5 എയർക്രാഫ്റ്റുകളാണ് ആവശ്യപ്പെട്ടത്. ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് നാഷണൽ ഹൈവേ 44-ലൂടെ 78 കോൺവോയ് വാഹനങ്ങളിലൂടെ 2500 CRPF ജവാന്മാരെ കൊണ്ടുപോകുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന വിവരം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരുന്നിട്ടും ആഭ്യന്തര വകുപ്പ് ഹെലികോപ്റ്റർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സത്യപാൽ മാലിക് പറയുന്നു, ആ അഭിമുഖം നമ്മുടെ കയ്യിലുണ്ട്, ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കരൺ ഥാപ്പറിനോട് പറയുന്നുണ്ട്, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കുമായിരുന്നു, ഇവരുടെ ജീവിതം പൊലിഞ്ഞു പോകുമായിരുന്നില്ല. കാരണം അത്യന്തം അപകടകരമായ റൂട്ടുകളിലൂടെയാണ് ഈ ജമ്മു കാശ്മീർ ദേശീയപാത കടന്നു പോകുന്നത്. പലതും പാകിസ്ഥാൻ ആർമിയുടെ കണ്ണെത്താവുന്ന ദൂരങ്ങളിലുണ്ട്. അതുകൊണ്ട് മാത്രമല്ല 8 മുതൽ 10 വരെ ലിങ്ക് റോഡുകൾ, ഇടറോഡുകളുണ്ട്, അവയിൽ പലതും അൺമാൻഡ് ആയിട്ടുണ്ട് എന്ന് പ്രശാന്ത് ടണ്ടന് കൊടുക്കുന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 വീഴ്ചകളാണ്. ഒന്ന്, എയർക്രാഫ്റ്റ് വിട്ടുകൊടുത്തില്ല. 78 കോൺവോയ് വാഹനങ്ങൾ അസാധാരണമാവിധം 2500 CRPF ജവാന്മാരെയും കൊണ്ട് കിലോമീറ്ററുകളോളം ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. രണ്ടാമത്തത്, ഇതിലുള്ള ഇടറോഡുകൾ അൺമാൻഡ് ആയിരുന്നു. ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ഫോഴ്സ് വന്നിട്ടും അത് അൺമാൻഡ് ആയിരുന്നു, അൺസാനിറ്റൈസ്ഡ് ആയിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ വീഴ്ച. 3,
ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഒപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും ഇന്റലിജൻസ് ഇൻപുട്ടുകളെ അവഗണിച്ചു എന്നത് മൂന്നാമത്തെ വീഴ്ച. നാലാമത്തെ പ്രധാനപ്പെട്ട വീഴ്ചയെ പറയുന്നു. 300 കിലോഗ്രാം RDS സ്ഫോടന വസ്തുവുമായി ഒരു കാർ 12 ദിവസത്തോളം ആ മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞുണ്ടായിരുന്നു. അത് കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളത് നാലാമത്തെ വീഴ്ച. ഈ 4 വീഴ്ചകളും ഹോം മിനിസ്ട്രിയുടെയും ഡിഫൻസിന്റെയും CRPFന്റെയുമാണ് എന്ന് സത്യപാൽ മാലിക് പറയുന്നു. ഈ വിവരം അറിയുമ്പോൾ, അതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി കോർബറ്റ് നാഷണൽ പാർക്കിൽ നിന്ന് ഹണ്ടിങ് കഴിഞ്ഞ് പുറത്തു വന്നൊരു ധാബയിൽ നിന്ന് തന്നെ തിരിച്ചു വിളിക്കുമ്പോൾ താങ്കൾ ഇത് പറയരുത് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തന്റെ സുഹൃത്തായ അജിത് ഡോവൽ എന്ന സെക്യൂരിറ്റി അഡ്വൈസറോട് പറയുമ്പോഴും ഇത് പുറത്തു പറയരുത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ ബ്ലെയിം പാകിസ്ഥാനിലേക്ക് പോകുന്നതാണെന്ന് ഞാൻ ധരിക്കുന്നുവെന്നും സത്യപാൽ മാലിക് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് സത്യപാൽ മാലിക്കിന്റെ അഭിമുഖത്തിലുള്ളത്. ഒരു ഭാഗം കൂടിയുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഇന്റേണലി ഉണ്ടാക്കിയതാണെന്ന് സത്യപാൽ മാലിക് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ കൊണ്ടുവന്നതാവാം, പക്ഷേ ഈ സെക്യൂരിറ്റി ലാപ്സസിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് സത്യപാൽ മാലിക്. അത് 2023 ഏപ്രിൽ 16 കൊടുത്ത അഭിമുഖമാണ്. ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും അദ്ദേഹം ടെലിഗ്രാഫിനടക്കം മറ്റു ചില അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരു പടി കൂടി കടത്തി പറയുന്നു, കുച്ച് ഭി സക്തേ ഹേ എന്ന് പറയുന്നില്ല, ഇനിയും മറ്റു ചിലത് സംഭവിച്ചേക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പാവില്ല, മറ്റു പലതും സംഭവിച്ചേക്കാം എന്ന് ടെലിഗ്രാഫിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഡൽഹിയിൽ NGO അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത സത്യപാൽ മാലിക് പറയുന്ന ഒരു വാചകമുണ്ട്, ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തന്നെ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല, അതും 2024 തിരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജിയായിട്ട് ഉപയോഗിച്ചേക്കാം. ഇതെല്ലാം പറയുന്നത് BJPയുടെ മുൻ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ BJP തന്നെ നിയമിച്ച 4 സംസ്ഥാനങ്ങളിലെ ഗവർണർ കൂടിയായിരുന്ന സത്യപാൽ മാലിക്കാണ്. ആ സത്യപാൽ മാലിക്കിന്റെ വാക്കുകളാണെന്നോ ആന്റണി ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആന്റണി ഏതെങ്കിലും തരത്തിലൊരു രാജ്യദ്രോഹപരമായ പരാമർശം നടത്തിയിട്ടില്ല എന്ന് BJPക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സത്യപാൽ മാലിക്കിനെതിരെ അങ്ങനെ ഒരു ആരോപണമില്ല. പക്ഷെ മറ്റു ചില നടപടികൾ നടന്നിട്ടുണ്ട്. 30 ഇടങ്ങളിലാണ് സത്യപാൽ മാലിക്കിന്റെ വീടുമായി ബന്ധപ്പെട്ട് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള CBI എൻക്വയറി വന്നിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ വന്നതിന് തൊട്ടു പിന്നാലെ സത്യപാൽ മാലിക്കിന്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ CBI അന്വേഷണം നടക്കുകയാണ്. ആന്റി നാഷണൽ എന്ന് വിളിച്ചില്ല സത്യപാൽ മാലിക്കിനെ. പക്ഷേ സത്യപാൽ മാലിക്കിനെ എതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ ഇതിനെ നേരിടാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആന്റണി പറഞ്ഞത്, സത്യപാൽ മാലിക് പറഞ്ഞത് ഉദ്ധരിക്കുക മാത്രമാണ്. അത് ഈ പറയുന്ന വീഴ്ചകളാണ് ആന്റണി പറഞ്ഞത്. 40ഓളം ധീര ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബാലാക്കോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അത് ഞാൻ ആവർത്തിക്കട്ടെ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് രാജാവിനെതിരെ ജനവികാരം ഉണ്ടാവുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് രാജതന്ത്രമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് മാധ്യമപ്രവർത്തകരായ നമ്മൾക്കൊക്കെ ചെയ്യാൻ കഴിയുക. ഈ ഘട്ടത്തിൽ എന്താണ് കരുതുന്നത്? എംബഡഡ് ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ. ഇതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഓക്കെ ഡോക്ടർ അരുൺ, ഇതിൽ ആന്റണി ഇന്ന് പറഞ്ഞ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്ക്? ആന്റണിയുടെ പ്രസ്താവനയിലെ ഒരു വാചകമാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വാചകമാണ്. ആ സൗണ്ട് ബൈറ്റിൽ അത് ഉണ്ട്. ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്നു കൊണ്ട് ആന്റണി എന്ന പത്തനംതിട്ടയുടെ സിറ്റിംഗ് MP, പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ചോദിക്കുന്നു, പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്ക്? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 5 വർഷമായി ഈ പുൽവാമയിലെ ആക്രമണം നടന്നിട്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ കോൺവോയ്, അതിലേക്കാണ് സൂയിസൈഡ് ബോംബർ എക്സ്പ്ലോസീവ്സ് നിറച്ച വാഹനം ഇടിച്ചു കയറ്റുന്നത്. അതേക്കുറിച്ച് പറഞ്ഞല്ലോ. 2019 ഫെബ്രുവരി 14 ഉച്ച കഴിഞ്ഞ് 3:15 നടന്ന ആ ആക്രമണത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തയച്ച MP ചോദിക്കുന്നു, പാകിസ്ഥാന് എന്ത് പങ്ക്? ആദിൽ അഹമ്മദ് ധർ എന്ന 22-കാരൻ സൂയിസൈഡ് ബോംബർ, ആ സൂയിസൈഡ് ബോംബർ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമാണെന്നും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങളാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുന്ന വീഡിയോയും അന്ന് തന്നെ പുറത്തു വന്നതാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് പാകിസ്ഥാനിൽ വേരുറപ്പിച്ചിട്ടുള്ള മസൂദ് അസർ എന്ന ആഗോള ഭീകരന്റെ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഭീകരാക്രമണം, അത് ഇന്ത്യൻ മണ്ണിൽ നടന്ന ഭീകരാക്രമണം, അതേക്കുറിച്ച് ഈ പറയുന്ന എല്ലാവരും കോട്ട് ചെയ്യുന്ന ഏറ്റവും ഉത്തമനായ സത്യപാൽ മാലിക്കിന് പോലും ഒരു എതിരഭിപ്രായം പറയാനില്ലാത്ത ഒരു കാര്യമാണ് അന്ന് നടന്ന ആക്രമണം. നമ്മുടെ രാജ്യത്ത് നടന്ന ആക്രമണമാണ്. ആ ആക്രമണം പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് ചോദിച്ചുകൊണ്ട് ആന്റണി രംഗത്ത് വരുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം നിൽക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്താണോ? ഇന്ത്യൻ മണ്ണിൽ, ഇന്ത്യയിലെ കേരളത്തിലെ പത്തനംതിട്ടയിലെ MP ആയ സിറ്റിംഗ് MP ആണല്ലോ, അടുത്തതായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ആ ആന്റണി ചോദിക്കുന്നു, പാകിസ്ഥാന് എന്ത് പങ്കെന്ന്. അദ്ദേഹത്തിനുള്ള ഒരു മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത്. ഭീകര
ഭീകരതയ്ക്ക് വളമിട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ കോട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആക്രമണം പുൽവാമയിൽ നടന്നത് തന്നെയാണ്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ 78 ബസ്സുകളിൽ 2500 പാരാമിലിറ്ററി പേഴ്സണൽസ് അവർ പോയ വാഹനവ്യൂഹം ജമ്മു കശ്മീർ ദേശീയപാതയിൽ വെച്ച് ആക്രമിച്ചത് ജെയ്ഷെ മുഹമ്മദാണ്. അല്ലാതെ അത് BJP ആണെന്നാണോ ആന്റോ ആന്റണി പറഞ്ഞു വെക്കുന്നത്? പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് ചോദിക്കുന്നതിലൂടെ സത്യപാൽ മാലിക് പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ രണ്ടാമത് വരാം. അന്ന് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ചാണല്ലോ റെസൊല്യൂഷൻ പാസ്സാക്കിയത്. അത് ആന്റോ ആന്റണി എന്ന MP മറന്നോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ടെററിസ്റ്റ് ഹാവ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്, വിൽ ഹാവ് ടു പേ എ വെരി ഹെവി പ്രൈസ്. ആ പ്രൈസാണ് ബാലാകോട്ടിൽ നടത്തിയ തിരിച്ചടി എന്ന് പറയുന്നു. ഓപ്പറേഷൻ ബന്ദർ ഫെബ്രുവരി 26 ഫെബ്രുവരി 14 നടന്ന പുൽവാമ ആക്രമണത്തിന് മറുപടിയായി ബാലാകോട്ടിൽ തിരിച്ചടി കൊടുക്കുന്ന ഓപ്പറേഷൻ ബന്ദർ നടക്കുന്നത് ഫെബ്രുവരി മാസം 26 ബാലാകോട്ടിലെ ഖൈബർ പങ്തുഗ്വ മേഖലയിലെ ജെയ്ഷെ മുഹമ്മദിനെ കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്. അന്ന് നടത്തിയ പ്രസ്താവനകളും ആ രീതിയിലാണ്. അതിൽ എത്ര ജീവഹാനി ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടില്ല എന്നാണ് ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചത്. മൃതദേഹ ചിത്രം ഞാനും കണ്ടിട്ടില്ല. പക്ഷേ ആക്രമണം നടത്തി തിരിച്ചടിച്ചു എന്ന് എൻ്റെ രാജ്യത്തിന്റെ ഭരിക്കുന്ന സർക്കാർ പറഞ്ഞതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അതിന് വിരുദ്ധമായ ഏതെങ്കിലും തെളിവ് പുറത്തു വരുന്നതുവരെ അതാണ് അതിലെ എൻ്റെ സ്റ്റാൻഡ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ആദ്യ ഏരിയൽ അസോൾട്ടാണ് ഈ പറയുന്ന ബാലാകോട്ടിലെ ഖൈബർ പങ്തുഗ്വ മേഖലയിൽ നടത്തുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ റീറ്റാലിയേഷൻ, പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ, ജെയ്ഷെ മുഹമ്മദിന് പങ്കില്ലെങ്കിൽ, ശ്രീമാൻ ആന്റോ ആന്റണി പറയുന്നത് പോലെ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ ഫെബ്രുവരി 27 പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ F-16 എന്തിനാണ് ഇന്ത്യൻ മണ്ണിലേക്ക് വന്നത്? തിരിച്ചടിക്കാൻ വരികയാണ്. മാത്രമല്ല യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ് പാകിസ്ഥാൻ. അതെല്ലാം ആന്റോ ആന്റണി ഒറ്റ വാചകം കൊണ്ട് അങ്ങ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് കേട്ടിരിക്കാൻ പറ്റില്ല. അഭിനന്ദൻ വർദ്ധമാനെ, MiG-21 ഫൈറ്റർ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് മാർച്ച് 1 പ്രസ്താവന ഇറക്കുന്നത് പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ്. കരൺ ഥാപ്പറിനോട് സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നവർ ഇക്കാര്യം കൂടി ഒന്ന് കണക്കിലെടുക്കണം. ഇപ്പോൾ വൈറൽ കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ സത്യപാൽ മാലിക് പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൻകോമ്പീറ്റൻസും ഒന്ന് കെയർലെസ്നെസ്സുമാണ്. അവിടെ ഈ ആന്റോ ആന്റണി പറയുന്നത് പോലെ പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് സത്യപാൽ മാലിക് പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ ആന്റോ ആന്റണി നടത്തിയിരിക്കുന്ന ആ പ്രസ്താവന നിരുത്തരവാദപരമാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ BJP എന്തും ചെയ്യും എന്നതിന്റെ ഉദാഹരണമാണ് പുൽവാമ ആക്രമണം. അത് ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് ജയത്തിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന്റെ സൗകര്യമാണ്, അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. നേരത്തെയും പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സത്യപാൽ മാലിക്കിനെ കൂട്ടുപിടിച്ചു ആ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നടത്തിയിട്ടുണ്ട്. പക്ഷേ ജവാന്മാരുടെ ജീവൻ കേന്ദ്രം ബലി കൊടുത്തു എന്ന് പറയാൻ, തെളിയിക്കാൻ എന്ത് വസ്തുതയാണ് ആന്റോ ആന്റണി എന്ന ബഹുമാനപ്പെട്ട MP-യുടെ കയ്യിലുള്ളത്? ആ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് എന്ത് പങ്കാണ് പുൽവാമ ആക്രമണത്തിലുള്ളത് എന്ന ആന്റോ ആന്റണിയുടെ ചോദ്യം തികച്ചും നിരുത്തരവാദപരമാണ്. അത് നമ്മുടെ ജവാന്മാരെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. സത്യപാൽ മാലിക്കിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ പ്രസ്താവനയെങ്കിൽ സത്യപാൽ മാലിക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്ക് എന്ന് ചോദിച്ചിട്ടില്ല. ഇൻകോമ്പീറ്റൻസ് ആണ് സത്യപാൽ മാലിക് ആ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കണ്ടസ്റ്റ് ചെയ്യാം. ആ ഇന്റർവ്യൂവിൽ ഒരിടത്ത് പോലും പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന ആന്റോ ആന്റണിയുടെ ഇവിടുത്തെ ഈ പ്രസ്താവന സത്യപാൽ മാലിക് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ കുറിച്ച് ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നുവെന്ന്. അത് ഗൗരവത്തോടെ എടുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച രാജ്യം പരിശോധിക്കേണ്ട ഒന്നാണ്. അത്തരം വീഴ്ചകൾ ഒഴിവാക്കുന്നതിനാവശ്യമായ തുടർ നടപടികളിലേക്ക് പോകേണ്ടതാണ്. അത് സതുദ്ദേശത്തോടെ പറയാം. സതുദ്ദേശത്തോടു കൂടിയല്ല ആന്റോ ആന്റണിയുടെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവനകളിൽ തന്നെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരായ്മകൾ. അതായത് 2018 സത്യപാൽ മാലിക് നടത്തിയ മറ്റൊരു പ്രസ്താവന, ഒരു അഭിമുഖത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു പ്രസ്താവനയുടെ ഒരു വീഡിയോ ഭാഗമാണ് ഞാൻ കണ്ടത്. അതിൽ നരേന്ദ്രമോദി ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയുന്നു, ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്നു. അതേ മാലിക് തന്നെ ഈ 19 ആക്രമണത്തെക്കുറിച്ച് പിന്നീട് പറയുന്നു. അതിനുശേഷം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന വാദം കൂടി മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നത് ഒരു കാര്യമാണ്. നരേന്ദ്രമോദി എന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു, ആസ്ക്ഡ് ഹിം ടു സ്റ്റേ ക്വയറ്റ്, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു എങ്കിൽ അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതിന് പകരം പാകിസ്ഥാന് പങ്കില്ല എന്ന് ആന്റോ ആന്റണി പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനെതിരായി തന്നെയാണ് പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ നടന്ന് ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഒരു ആക്രമണത്തെ പൂർണ്ണമായും അങ്ങ് തള്ളിക്കളയാൻ ആന്റോ ആന്റണിക്ക് എങ്ങനെയാണ് കഴിയുക? അതാണോ അദ്ദേഹം കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി പാർലമെന്റിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഇരുന്ന് ഈ 5 വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ കേവലം ജയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിന്റെ കാര്യം എന്താണ്? അങ്ങനെ ഒരു പ്രസ്താവന ആവശ്യമുണ്ടായിരുന്നില്ല. സത്യപാൽ മാലിക് പറഞ്ഞതിന്
മുഹമ്മദിനെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാമായിരുന്നു. ആദിൽ അഹമ്മദ് ധർ വന്നിട്ടേയില്ല, ജെയ്ഷെ മുഹമ്മദ് വന്നിട്ടേയില്ല, പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം പദ്ധതി ഇട്ടിട്ടേയില്ല എന്ന മട്ടിൽ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പറയുന്നത് പോലെ പറയാനല്ല ആന്റോ ആന്റണിയെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടത്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MP ആണ് ആന്റോ ആന്റണി. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് ശരിയായില്ല എന്നത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഇവിടെ ഒരു സെക്കൻഡ് സാർ, അതായത് സുജയ് ചോദിച്ചു സത്യപാൽ മാലിക് പാകിസ്ഥാൻ അല്ല ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് സത്യപാൽ മാലിക് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ഡെഫനിങ് സൈലൻസ് എന്തുകൊണ്ടാണ് എന്ന സംശയം അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോൾ സത്യപാൽ മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം സത്യപാൽ മാലിക് പോയി അക്കാര്യത്തിലൊരു അന്വേഷണം നടത്തുകയോ ഏതെങ്കിലും അന്വേഷണം റിപ്പോർട്ട് സത്യപാൽ മാലിക്കിൻ്റെ മുന്നിൽ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പക്ഷേ സത്യപാൽ മാലിക് പറയുന്നത് എന്താണ്, അത്രയും വലിയൊരു കോൺവോയ് ബൈ റോഡ് സാധാരണഗതിയിൽ പോകാറില്ല, 8-10 ലിങ്ക് റോഡുകൾ അൺമാൻഡ് ആകാറില്ല. ഇക്കാര്യം ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ മിണ്ടരുത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ സത്യപാൽ മാലിക്കിൻ്റെ മുന്നിലുള്ള സംശയങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയും അദ്ദേഹം സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിലുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ സുജിയ, ഞാനൊരു വളരെ ലളിതമായ ചോദ്യം, എൻ്റെ മനസ്സിൽ എത്രയോ കാലമായിട്ടുള്ള ചോദ്യമാണ്. ഈ ദവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ASPയെ നിങ്ങൾ ഒരു 8 പേര് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള തീവ്രവാദിയെ അതിർത്തി കടത്തി വിടാൻ വേണ്ടി സ്വന്തം വാഹനം ദുരുപയോഗിച്ച ആൾ, 2001 പാർലമെൻറ്റ് അറ്റാക്കിൽ പങ്കാളിത്തമുണ്ട് എന്ന് കരുതുന്നയാൾ, നോക്കൂ, ഈ പറയുന്ന പുൽവാമ അറ്റാക്കിൻ്റെ സമയത്ത് ആ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ആളെങ്ങനെയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ തീവ്രവാദിയെ കടത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ദവീന്ദർ സിംഗിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ജയിൽ വിട്ടു പോകാൻ കഴിയുന്നത്? അദ്ദേഹത്തെ സേനയിൽ നിന്ന് പുറത്താക്കി, പക്ഷേ അദ്ദേഹം ജയിൽ മോചിതനാവുകയാണ് വളരെ വേഗത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെയുള്ള സംശയങ്ങളാണ് യഥാർത്ഥത്തിൽ നേരത്തെ ആന്റോ ആന്റണിയുടെ വാചകങ്ങളിൽ വന്നിട്ടുള്ളത്. ആന്റോ ആന്റണി ഖണ്ഡിതമായി പാകിസ്ഥാൻ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് ഫാക്ച്വൽ എറർ ഉണ്ടാകാം. അല്ല, എനിക്ക് അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാനാണ് ഈ അറ്റാക്കിന് പിന്നിലെന്ന്? യെസ്, പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത്, അതായത് ഈ ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം എന്റെ കയ്യിലിരിക്കുന്നത് ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് പറയാം. NIA സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രമാണ്. അത് അന്വേഷിക്കും. പിന്നെ കൃത്യമായിട്ട് പറയണമല്ലോ. കാരണം വെച്ചാൽ ദ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് റിവീൽഡ് that Pulwama attack was a result of well-planned criminal conspiracy hatched by Pakistan-based leadership of terrorist organization Jaish-e Mohammed. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കെപ്പോഴും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണ്? പാകിസ്ഥാൻ്റെ മണ്ണ് വിവിധ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ ഉപയോഗിക്കുന്നു. അവിടെ പാകിസ്ഥാൻ സർക്കാരിന് അതിന് മേളിൽ യാതൊരു നിയന്ത്രണവുമില്ല. അവർ ഇന്ത്യയിൽ പലതരത്തിലുള്ള അറ്റാക്കുകൾ നടത്തുന്നു. ഇത് നമുക്ക് എക്കാലവും പാകിസ്ഥാനുള്ള പരാതിയാണ്. പാകിസ്ഥാനാണ്, അഥവാ പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ് ഈ പറഞ്ഞ പുൽവാമ അറ്റാക്കിന് പിന്നിലെന്ന് ഇന്ത്യ എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇന്ത്യ അത് എത്രയോ ഇൻ്റർനാഷണൽ ഫോറംസിൽ അത് ഉന്നയിക്കും. ഇപ്പോൾ കാർഗിൽ വാർ അങ്ങനെ ആയിരുന്നില്ല. കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് കൃത്യമായി അത് പാകിസ്ഥാൻ ആർമി ആയിരുന്നു. പാകിസ്ഥാൻ ആർമി സ്ട്രൈക്ക് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ്. എന്താ വാജ്പേയി ചെയ്തത്? വാജ്പേയി പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു, നമ്മുടെ ട്രേഡ് അടക്കം വിച്ഛേദിച്ചു. പിന്നീട് ലാഹോർ ബസ് യാത്രയിലും ആഗ്ര സമ്മിറ്റിലൂടെയൊക്കെയാണ് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കിയത്. പുൽവാമ അറ്റാക്ക് ഒരിക്കലും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയോ പാകിസ്ഥാൻ ആർമിയുടെയോ പേരിൽ ഇന്ത്യ വെച്ച് ചാർത്തിയിട്ടില്ല. അതിൻ്റെ കുറ്റപത്രത്തിൽ ജെയ്ഷെ മുഹമ്മദാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. LTT ആണ് രാജീവ് ഗാന്ധിയെ കൊന്നത്. LTT ഈസ് ബേസ്ഡ് ഇൻ ശ്രീലങ്ക. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ശ്രീലങ്ക സർക്കാരാണ് രാജീവ് ഗാന്ധിയെ കൊന്നതെന്ന്? ശ്രീലങ്കയാണ് രാജീവ് ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പാകിസ്ഥാനെക്കുറിച്ച് ഒരാക്ഷേപവും ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടില്ല. മറിച്ച് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ചില ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്. നോക്കൂ, ജെയ്ഷെ മുഹമ്മദ് 2000 രൂപീകൃതമായിട്ടുള്ളത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇന്ത്യയിലെയും ഇന്ത്യക്ക് പാകിസ്ഥാന് പുറത്തുള്ളതും പാകിസ്ഥാനകത്തുള്ളതുമായിട്ടുള്ള പല ടെററിസ്റ്റ് ആക്ടിവിറ്റികളും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സംഭാവനയാണ്. അതൊരിക്കലും ജെയ്ഷെ മുഹമ്മദ് എന്ന നോക്കൂ, ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ 80കളിലൊക്കെ ആണല്ലോ ഈ പറയുന്ന ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനം തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഹോം ഗ്രോൺ തീവ്രവാദ സംഘടനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ നിലപാട്. പക്ഷേ പിൽക്കാലത്ത് പാകിസ്ഥാൻ ആ ഹോം ഗ്രോൺ തീവ്രവാദ സംഘടനകളെ ഏറ്റെടുക്കുകയും
പാകിസ്ഥാൻ ആർമിയിൽ തന്നെ ഒരു വിങ് ഉണ്ടാവുകയും ആ വിങ്ങാണ് യഥാർത്ഥത്തിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന നിലയിൽ വിന്യസിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് അത് ഏറ്റെടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വാചകം ഇന്ത്യയുടെ NIA ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ തന്നെയാണ്. എൻ്റെ അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് കാര്യങ്ങൾ പറയുക. അവിടെ ഒരു രാജ്യത്ത്, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് LTT ഒരു ഓർഗനൈസേഷനാണ് ബേസ്ഡ് ഇൻ ശ്രീലങ്ക. അപ്പോൾ അവിടെ ആ ഓർഗനൈസേഷൻ രാജീവ് ഗാന്ധി കൊല്ലുമ്പോൾ നമ്മൾ ശ്രീലങ്കക്കാരാണ് അത് പറയട്ടെ. അപ്പോൾ ഇവിടെ ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ഉണ്ട്. ഇപ്പം എനിക്ക് കൃത്യമായിട്ടറിയാം ISI എന്ന് പറയുന്ന ചാരസംഘടനയുണ്ട്. ISI ആണ് ഈ പറയുന്ന എല്ലാ ടെററിസ്റ്റ് ഓർഗനൈസേഷനെയും ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർ തന്നെയാണ് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നതും. ഇതൊക്കെ ഇന്ത്യ എല്ലാ ഫോറങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാർഗിൽ യുദ്ധം ആസൂത്രണം ചെയ്തത് പാകിസ്ഥാൻ ആർമിയാണ്. ഇത്തരത്തിലുള്ള എതിർപ്പുകളെല്ലാം പാകിസ്ഥാനുമായി ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് തലത്തിലുണ്ട്. അത് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മുംബൈ അറ്റാക്കിൽ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നു. മുംബൈ അറ്റാക്ക് നടത്തിയത് ഇതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദാണ്. അപ്പോൾ നമ്മൾ പാകിസ്ഥാൻ ആണ് ഈ അറ്റാക്കിന്, ഞാൻ ഈ പാകിസ്ഥാനിൽ ആയിരിക്കും കേട്ടോ, അങ്ങനെ വിചാരിക്കും വേണ്ട. നമ്മളൊരു ഇന്റർനാഷണൽ അതിനകത്തൊരു ദുരിതശിഷ്ടതയുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെ അത് മനസ്സിലാവുന്നുണ്ടെന്നൊന്നും പറയണ്ട. കാരണം എന്ന് വെച്ചാൽ അതിങ്ങനെ ഇവിടെ നിന്നിട്ട് എനിക്ക് തെളിയിക്കേണ്ട കാര്യമൊന്നുമല്ല. ഈ പറയുന്ന കാര്യം കേട്ടാൽ മതി. അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മളൊരു പ്രശ്നം ഉന്നയിക്കണമെങ്കിൽ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിമർശനം ഉന്നയിക്കണം. രാജ്യം അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടില്ല. ഈ പറയുന്ന NIA കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ആണ് എന്നുള്ളതാണ്. പാകിസ്ഥാനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, സംശയമില്ല. പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ പല തരത്തിലുള്ള, പാകിസ്ഥാനുമായി ഇന്ത്യക്ക് യുദ്ധമുണ്ടായിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. ഇവിടെ വളരെ ടെക്നിക്കലാണ് കാര്യങ്ങൾ. നമുക്കത് തെളിയിക്കാൻ കഴിയണം. പാകിസ്ഥാൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് നടത്തിയ ഒരു പരിപാടിയാണിത് എന്ന് തെളിയിക്കാൻ കഴിയുമ്പോഴാണ് പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ നമുക്കൊരു നിലപാടെടുക്കാൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഇതിനുള്ളൊരു മറുപടിയാണ്. അതായത് സാർ പറഞ്ഞല്ലോ ഇന്ത്യ ഒരു അന്താരാഷ്ട്ര ഫോറത്തിലും, ഡോക്ടർ അരുൺ ഒരു സെക്കൻഡ്, അന്താരാഷ്ട്ര ഫോറത്തിലും ഇക്കാര്യം, അതായത് ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പുൽവാമ ടെററിസ്റ്റ് അറ്റാക്ക് ഉന്നയിച്ച ആദ്യത്തെ കോൺഫറൻസ് എന്ന് പറയുന്നത് മ്യൂണിച്ച് കോൺഫറൻസ് ആണ്. മ്യൂണിക്കിൽ നടന്ന ആ കോൺഫറൻസിൽ ബൈലാറ്ററൽസ് മീറ്റ് ആണ് അവിടെ നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട അതായത് ഈ സെക്യൂരിറ്റി കോൺഫറൻസ് ആണ്. അതിൽ ഗ്ലോബൽ ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്, സെക്യൂരിറ്റി എക്സ്പേർട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയിൽ ഈ ആക്രമണം നടന്നത് 14-ാം തീയതിയാണ്. 17-ാം തീയതി നടന്ന കോൺഫറൻസിൽ ഇന്ത്യ പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ പറയാം. അതിൽ അമേരിക്കയും ജർമ്മനിയും റഷ്യയും ഒക്കെ അടക്കമുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ആ കോൺഫറൻസിലാണ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഐ എം കോട്ടിംഗ് ദ പേഴ്സൺ, ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പങ്കജ് സരൺ പറഞ്ഞത്. 600ഓളം ഡെലിഗേറ്റുകൾക്ക് മുന്നിൽ വെച്ച് സരൺ കൃത്യമായി പറഞ്ഞത് ഈ ആക്രമണം അത് ജമ്മു കശ്മീരിന്റെ പുൽവാമ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായ ആക്രമണം, ആ ആക്രമണം പാകിസ്ഥാൻ മണ്ണിൽ നിന്ന്, പാക് സ്പോൺസേഡ് ടെററിസം ഓൺ ഇന്ത്യൻ സോയിൽ, അങ്ങനെയാണ് പറഞ്ഞത്. പാകിസ്ഥാന്റെ പിന്തുണയോടെ നടന്ന ആക്രമണമാണ്. ജെയ്ഷെ മുഹമ്മദിനെ, മസൂദ് അസറിനെ, ആഗോള ഭീകരനെ വളർത്തുന്നത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനെതിരെ ആദ്യമായി തന്നെ 3 ദിവസത്തിനിപ്പുറം നടന്ന മ്യൂണിക്കിലെ കോൺഫറൻസിൽ ഇന്ത്യ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ അന്താരാഷ്ട്ര വേദിയിലും പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഈ ഭീകരരെ നുഴഞ്ഞു കയറാനായി അവർക്ക് ആയുധവും അവർക്കുള്ള ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഒരു രാജ്യത്ത് ഭീകരവാദം വളരില്ല. അത് വളർത്തുന്നത്, പാകിസ്ഥാന്റെ മണ്ണിൽ വളർത്തുന്നത് ആ സർക്കാരിന്റെ മാറി മാറി വന്ന സർക്കാരുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. അത് മ്യൂണിക്ക് മുതൽ ഇങ്ങോട്ട് ഫെബ്രുവരി 17 മ്യൂണിക്കിൽ, പിന്നീട് അങ്ങോട്ടുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിലൊക്കെ ഇന്ത്യ ഉന്നയിച്ചിട്ടുള്ളതാണ്. അല്ല, ഇത് ഈ പറയുന്ന ഈ പുൽവാമയുടെ കാര്യത്തിൽ മാത്രമല്ല, അതിന് മുമ്പും ഒറ്റ മിനിറ്റ് ഇതുകൂടി പറഞ്ഞിട്ട് നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ. ഇപ്പം പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസമാണ് ഇന്ത്യയിൽ പല ഭാഗത്തും നടന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യമായിട്ടല്ല ഇന്ത്യ പറയുന്നത്. പുൽവാമ അടക്കം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും, അതിപ്പോൾ മുംബൈ അറ്റാക്ക് ആണെങ്കിലും ഒക്കെ തന്നെ, പാർലമെന്റ് അറ്റാക്ക് ആണെങ്കിലും, ഇവിടെ നടക്കുന്നത് പാക് സ്പോൺസേഡ് ടെററിസമാണെന്ന് എല്ലാ അന്താരാഷ്ട്ര വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? പാകിസ്ഥാൻ ഇപ്പം കണ്ടസ്റ്റ് ചെയ്തോ, ഞാനത് കേട്ടല്ലോ. ഇപ്പൊ അൽ ഖൈദയുടെ തലവനായിട്ടുള്ള പിന്നെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഒസാമ ബിൻ ലാഡനെ അമേരിക്ക എവിടെയാ കൊന്നത്? പാകിസ്ഥാനിലാണ് കൊന്നത്. അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് സ്ട്രൈക്ക് ചെയ്യാണ് ചെയ്തത്. നമ്മൾ ബാലാക്കോട്ടേക്ക് അറ്റാക്ക് ചെയ്തല്ലോ, അതിർത്തി കടന്നാണ് നമ്മൾ തിരിച്ചടിച്ചത്. ഒരു ഇന്റർനാഷണൽ പ്രശ്നമുണ്ടായോ? ഇല്ലല്ലോ. ഇറാൻ നമ്മൾ അടുത്തിടയ്ക്കാണല്ലോ ഇറാൻ കയറിയിട്ട് പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ ആ ഏരിയയിൽ പോയിട്ട് അറ്റാക്ക് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. തീവ്രവാദികളുടെ ക്യാമ്പുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ ലോകത്തിനുണ്ട്. അതിപ്പോൾ അതൊരു അതിർത്തി കടന്ന യുദ്ധമായി പോലും ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് ബാലാക്കോട്ടിൽ പ്രശ്നമായി വരാഞ്ഞത്. ബാലാക്കോട്ടിൽ പോയി നിങ്ങൾക്ക് അടിക്കാൻ കഴിഞ്ഞത്, അതിർത്തി കടന്ന് അവിടെ അടിക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഇന്ത്യയിൽ ഈ പുൽവാമ സംഭവം നടന്നുകൊണ്ടാണ്. അതൊരു യുദ്ധമല്ല, അതൊരു രാജ്യത്തിനെതിരായി പ്രഖ്യാപിക്കുന്ന ഒരു യുദ്ധമല്ല.
അത് അൽ ഖൈദയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്, അത് ഇറാൻ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ, തിരിച്ച് പാകിസ്ഥാൻ ഇറാനിലേക്ക് അറ്റാക്ക് ശരി, ചെയ്തിട്ടുണ്ട്, സാർ. നമ്മൾ ബാലാക്കോട്ടേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പാക് സ്പോൺസേഡ് ടെററിസം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് കാർഗിൽ അല്ല, പറഞ്ഞിട്ടുണ്ട്, പുൽവാമയെ കുറിച്ച് മുംബൈ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് എതിർക്കേണ്ടി അരുൺ വന്നത്. അരുൺ എന്തോ പറയാനുണ്ട്. ഡോക്ടർ അത് അരുൺ. കഴിഞ്ഞതിന് ശേഷം എനിക്കും പറയണ്ടേ. ശരി, അരുൺ ഡോക്ടർ അരുൺ. സമയം കൊടുക്കുന്നതല്ല, പക്ഷേ അരുൺ നേരത്തെ ആ കഴിഞ്ഞു. അല്ല, ഒരു വാചകം കൂടി നമ്മൾ നേരത്തെ സാങ്കേതികത്വത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിൽ നേരിട്ട് ഈ ആക്രമണം നടത്തി എന്ന് NIA കുറ്റപത്രത്തിലില്ല. പകരം ജെയ്ഷെ മുഹമ്മദിനെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് അനുമാനിക്കാം, സ്വാഭാവികമായും പാകിസ്ഥാനിലെ മണ്ണിൽ നടക്കുന്ന എല്ലാ ഭീകരപ്രവർത്തനങ്ങളും പാകിസ്ഥാൻ ആർമിയുടെ അറിവോടുകൂടിയാണ് എന്നൊരു നിലപാട് നമുക്ക് എടുക്കുന്നതിൽ തെറ്റില്ല. മാത്രമല്ല, ഈ സത്യപാൽ മാലിക് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഈ ആയുധങ്ങൾ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന അഭിമുഖത്തിൽ സമ്മതിക്കുന്നതുമുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. ഇതേ പാകിസ്ഥാൻ തന്നെയാണ് ഈ 44 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും അറസ്റ്റ് ചെയ്യുകയും മാർച്ച് മാസത്തിൽ ഇന്ത്യക്ക് കൈമാറുകയും ഈ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആണ് ഇതിന് പിന്നിൽ. പാകിസ്ഥാൻ ഇതെന്ത് അറിഞ്ഞു എന്ന് ചോദിക്കുന്നതിൽ നമ്മൾ വളരെ സാങ്കേതികത്വത്തിലേക്ക് പോയാൽ പാകിസ്ഥാൻ എന്ന ആർമിയെ ഇന്ത്യ അന്വേഷണത്തിനെ തുടർന്ന്, കാര്യം വളരെ പെട്ടെന്നുണ്ടാവുന്ന പ്രതികരണങ്ങളും പൊളിറ്റിക്കൽ റിയാക്ഷൻ ഒന്നാണ്, പകരം ഒരു അന്വേഷണത്തിന്റെ കുറ്റപത്രത്തിൽ വരുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ NIA കുറ്റപത്രത്തിൽ പാകിസ്ഥാൻ ആർമിയാണ് ഇത് ചെയ്തത് എന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ല. അതൊരു ഫാക്റ്റാണ്. നോക്കൂ, ഇവിടെ പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ എനിക്ക് തോന്നുന്നത് വിഷയത്തിൽ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി, പോലും ഒറ്റ കാര്യം കൂടി. ഡീവിയേഷന് വരാനിടയായ അല്ല, സാഹചര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒരു കാര്യം കൂടി, നോക്കൂ, ഒരു കാര്യം കൂടി, ഒരു സർ. സെക്കൻഡ്, ഞാനൊന്ന് എം. വി. പൂർത്തിയാക്കട്ടെ. കുമാർ, ഞാനൊന്ന് പൂർത്തിയാക്കി ഞാൻ ഡോക്ടർ അരുൺ, കേൾക്കില്ല. 1971 അവസാനമായി പാകിസ്ഥാനുമായി ഒരു സാമ്പ്രദായിക യുദ്ധം നടത്തിയിട്ടുള്ളത്. പിൽക്കാലത്തുള്ള എല്ലാ തീവ്രവാദി ആക്രമണങ്ങളും പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുള്ള യുദ്ധം തന്നെയാണ്. അതായത് അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്ന നിലയിൽ ഈ പരോക്ഷ യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ കടന്നു വന്നു. ആ പരോക്ഷ യുദ്ധം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ്റെ ആർമി തന്നെയാണ്. അവിടെയുള്ള വിദ്യാഭ്യാസമില്ലാത്ത ചെറുപ്പക്കാരെ മതഭ്രാന്ത് ചെലുത്തി അവരെ ഇന്ത്യൻ മണ്ണിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ബോംബ് പൊട്ടിച്ചാവുന്നു. ഇവരൊക്കെ തന്നെയും ആരാണെന്നോ അല്ലെങ്കിൽ ഏത് നേഷനിൽപ്പെട്ട ആളുകളാണെന്നോ ഒന്നും അറിയില്ല. നമുക്ക് അവരുടെ പേരറിയില്ല, അവരുടെ മതമറിയില്ല, അവരുടെ ഊരറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയും ഇന്ത്യൻ മണ്ണിലുള്ള ഈ തീവ്രവാദി സ്ഫോടനങ്ങൾ, ഈ പറയുന്ന രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ, IED ആക്രമണങ്ങൾ എല്ലാം തന്നെയും പാകിസ്ഥാൻ്റെ പരോക്ഷ യുദ്ധമായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, അവിടേക്ക് എത്തുമ്പോഴാണ് ഇവിടെ ഒരൊറ്റ മിനിറ്റ്, ലഷ്കർ-ഇ തോയ്ബ ആണെങ്കിലും മറ്റ് തീവ്രവാദി സംഘടനകളാണെങ്കിലും അവർ ഉത്തരവാദിത്തം പെട്ടെന്ന് ക്ലെയിം ചെയ്യുന്നത്. അവിടെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഈ പുൽവാമയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എപ്പോഴും വരുന്നത്. ഇവരൊന്നും തന്നെയും ഒറ്റക്കല്ല, പല കണ്ണികൾ ഇതിനകത്തുണ്ട്, പല സാധ്യതകൾ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിലൊരു ഹിന്ദുത്വ സർക്കാർ തന്നെ അധികാരത്തിലെത്താൻ വേണ്ടി ഈ എലിമെൻസിനെ കൂടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയമൊക്കെ നിരവധി തവണ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാം ഘട്ടമാണ് പ്രധാനമായും ഇപ്പോൾ ആന്റണിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാകേണ്ടത്. ആദ്യഘട്ടമല്ല. ഓക്കെ, ഡോക്ടർ അരുൺ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, അല്ല, ആന്റണി എന്ന പ്രതിപക്ഷ പാർട്ടിയുടെ MP-യുടെ നിലപാടിനെ ഞാൻ പിന്തുണയ്ക്കുന്നത് ഒരു ശത്രുരാജ്യത്തിന്റെ മുന്നിൽ 2500ഓളം പാരാമിലിറ്ററി ഫോഴ്സിനെ 78 വാനുകളിലായി കോൺവോയ് അടിസ്ഥാനത്തിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത റോഡിലൂടെ, അതും വിമാനം വേണമെന്നുള്ള ആവശ്യത്തെ നിരാകരിച്ച് 300 കിലോഗ്രാം RDXുമായി കാത്തുകിടക്കുന്ന ഈ കാറിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തതിന്റെ സെക്യൂരിറ്റി ലാബ്സ്, ഇന്റലിജൻസ് ഫെയിലിയർ, അത് ഈ സർക്കാരിന് മേലിൽ തന്നെ ഉള്ളതാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷ MP എന്ന നിലയിൽ ആന്റണിയുടെ ഉത്തരവാദിത്വമാണ്. അതാണ് അദ്ദേഹം ചെയ്തത്. അതിന് രാജ്യദ്രോഹം എന്നല്ല നമ്മൾ പറയേണ്ടത്. അദ്ദേഹം നടത്തിയത് ഒരു പ്രതിപക്ഷ തിരിക്കുന്ന ഒരു MP-യുടെ നിലപാട് തന്നെയാണ് എന്നതാണ് എന്റെ പക്ഷം. ഞാൻ ആ ടേക്കിൽ അവസാനിപ്പിക്കും. ഖണ്ഡിതമായി ഇക്കാര്യത്തിൽ ആന്റണിക്കോ MV നികേഷ് കുമാറിനോ നമ്മൾ ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കും ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറയാനാകില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള സംശയം തന്നെയാണ് ആന്റണിയിൽ ഒരു പരിധിവരെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. എനിത്തിങ് ടു ആഡ്? അപ്പോൾ എനിക്കും ആന്റണി പറഞ്ഞ ഈ കാര്യത്തിൽ 42 ജവാന്മാരുടെ ജീവൻ എടുക്കുന്ന ആ ആക്രമണം ഉണ്ടായതിനെ കുറിച്ച് അറിവുണ്ടായിട്ടും തടയാതിരുന്നു. അതിലൊക്കെ ഒരു ധവളപത്രമോ അല്ലെങ്കിൽ സർക്കാർ വിശദീകരണമോ ഒക്കെ വരുന്നതുവരെ അക്കാര്യത്തിൽ ഒരു ഫൈനൽ ഒരു വേർഡിക്റ്റ് എന്ന രീതിയിൽ പറയാൻ നമുക്കും കഴിയില്ല. പക്ഷേ ഇതിൽ ഒരു വാചകത്തോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. ഞാൻ ആമുഖത്തിലും അതാണ് പറഞ്ഞത്. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്ത് പങ്കെന്ന് ചോദിച്ച ആന്റണിയോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഉത്തരം ഇതിൽ ആന്റണിയുടെ പ്രസ്താവന
ശരിയാണ്. രാജ്യദ്രോഹമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ്. രാജ്യദ്രോഹമല്ല മറ്റു 3 പേരും രാജ്യദ്രോഹമല്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഉത്തരത്തിലേക്ക്. ഇന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.